ഇനി ഡൈനിങ്. ഓക്കെ, ഡൈനിങ്. ഈ ഡൈനിങ് ഏരിയയിൽ ഈ പൂ ഇരിക്കുന്ന കണ്ടോ? അപ്പൊ ഈ പൂക്കളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് വളരെ ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് ബാത്റൂമിലിട്ട് ഉണക്കിയെടുത്തതാണ്. എല്ലാ കഥയും ഞാൻ നേരത്തെ എറിഞ്ഞു. ബാത്റൂമിലിട്ട് ഹെയർ സ്പ്രേ അടിച്ച് ഉണക്കിയെടുത്തതാണ്. ഡീറ്റെയിൽസ് എല്ലാം പറയണ്ട, അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയണ്ട, അതൊക്കെ സീക്രട്ട് ആണ്. ഇത് കാരണം ഇത് ഹാങ് ചെയ്തിട്ടിട്ട് വേണം. അപ്പൊ ഇവിടെ ഹാങ് ചെയ്തിടാൻ ഇതിന് വെയിലടിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ കരുതി അപ്പൊ ആ ബാത്റൂം യൂസ് ചെയ്യുന്നില്ലായിരുന്നു. ഇത്ര 3 പേരല്ലേ ഉള്ളൂ ഞങ്ങള്. അപ്പോ അത് ക്ലോസ് ചെയ്തിട്ടത് കൊണ്ട് അതിൽ കൊണ്ട് ഹാങ് ചെയ്ത് എല്ലാം സക്സസ്ഫുൾ ഇതിപ്പോ നല്ല ഡ്രൈ ആയി. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭിത്തിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭിത്തി വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഭിത്തിയാണ്. സാധാരണ ഫ്ലാറ്റുകളിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു ഭിത്തി കണ്ടിട്ടുണ്ടോ എന്ന് എന്നോട് പറയണം. ഇതും മകളുടെ സ്റ്റോൺ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഈ സ്റ്റോൺ കാണുമ്പോൾ ഭയങ്കര ഒരു കംഫർട്ട് ഫീൽ ആണ്.